ഹായ് ഹലോ വെൽക്കം ടു ഓൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഹെയർ സ്ട്രൈറ്റ്നർ ബ്രഷ് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ആ ബ്രഷ് നമ്മളിപ്പോൾ അതിൻ്റെ പരസ്യത്തിലൊക്കെ കാണുമ്പോൾ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ മുടി. A regular comb with this electric straightener for tangled hair. Its adjustable heat settings allow you to not only smooth and straighten your hair but also curl it for a stylish look. പക്ഷേ നമ്മളത് വാങ്ങിച്ചത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനത്തെ ബ്രഷ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇതാണ് കേട്ടോ ബ്രഷ് വരുന്നത്. ഇവിടെ ഒരു ബട്ടൺ, കൂടാനും കുറയ്ക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ബട്ടൺസൊക്കെ ഉള്ളത് കേട്ടോ. ബട്ടണൊക്കെ ഉണ്ട്. ഇത് അവർ പറയുന്നത് ഇതൊരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് 10 മിനിറ്റൊക്കെ ചൂടാക്കി നോക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ കത്തൂട്ടത്, ഇങ്ങനെ കത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു 10 മിനിറ്റ് ഇത് നോക്കിയിട്ടത് ഇവിടെയൊക്കെ ചൂടാവുന്നുണ്ട്. ഇതിങ്ങനെ കിട്ടുന്ന സമയത്ത് ഇവിടെ നമുക്ക് തൊട്ട് നോക്കി ഇവിടെ ഒരു ചൂടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിൽ ഓൺ ചെയ്തിട്ട് തന്നെയാണ് ഇതിങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, എൻ്റെ മുടി ഓൾറെഡി ഇതാണ്, എന്താ പറയുക, സിൽക്കിയാണ്. എന്നിട്ട് പോലും അതിലിങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രെയിറ്റ് ആവുമൊന്നും ചെയ്യണില്ല. പിന്നെ ഈ ബ്രഷ് ഇങ്ങനത്തെ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ബ്രഷാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും അങ്ങനെ ചീകി പോവൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് പിടിച്ച് ഇങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരും. എന്നിട്ട് വലിയ ചൂടാവില്ലൊന്നുമില്ല. അവർ പറയണ പോലെ ഒരു ഇതാവില്ല കേട്ടോ. ചെറുതായിട്ട് ഇപ്പം എൻ്റെ മുടി ഓൾറെഡി സിൽക്കി ഹെയറാണ്. എന്നിട്ട് പോലും അത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് ഒരു ഇതാവുണ്ടെന്നല്ലാണ്ട് വലിയ സ്ട്രെയിറ്റ് ആയിട്ട് വരണമൊന്നുമില്ല കേട്ടോ. ഭയങ്കര എൻ്റെ പോലത്തെ നല്ല സിൽക്കി ഹെയർ ഉള്ളവർക്കൊക്കെ വേണമെങ്കിൽ പറ്റുമായിരിക്കും. അല്ലാത്തവർക്കൊന്നും ഇത് പറ്റില്ല കേട്ടോ. ഇതിൻ്റെ ഇടയിലേക്ക് ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ചിലപ്പോൾ മുടി കടക്കാനുള്ള സാധ്യത കുറവാണ്. സ്ട്രെയിറ്റ് ഹെയറിനൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പറ്റുമെന്നല്ലാണ്ട് മറ്റേ വേവി ആയിട്ടുള്ളതിനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് വലിയ ഉപകാരമൊന്നുമില്ല. വാങ്ങണവർക്ക് വാങ്ങാം ഇതുപോലത്തെ. പക്ഷെ അതുകൊണ്ട് ഗുണമൊന്നുമില്ല. ഇതിനേക്കാളും നല്ല ബ്രഷുകളൊക്കെ നമുക്ക് ആമസോണിലും ഒക്കെ കിട്ടും കേട്ടോ, മറ്റേ വീതിയിലെ ടൈപ്പ് ബ്രഷുകളൊക്കെ. അപ്പോൾ ഇത് ഇനി വാങ്ങാൻ വിചാരിച്ചവരെന്നെ വാങ്ങേണ്ട ആവശ്യമില്ല, വാങ്ങിയിട്ട് ഉപകാരമില്ല കേട്ടോ അത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയും കാണാം. ബൈ ബൈ, സീ യു.